കോൺഗ്രസിന്റെ പേരിൽ കെ.സി. വേണുഗോപാലിന് ഫ്ലക്സ് വെച്ച CPM നേതാവ് ക്യാമറയിൽ കുടുങ്ങി. സംഭവത്തിൽ CPM നേതൃത്വം വിശദീകരണം നൽകണമെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. KV തോമസിന്റെ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റെന്ന് പത്മജ വേണുഗോപാൽ. കരുണാകരനും സോണിയാഗാന്ധിയും അകലാൻ കാരണം പത്മജ എന്ന് പുസ്തകത്തിൽ. ചാലക്കുടി മാമ്പ്രയിലെ കിടക്ക കമ്പനി കത്തി നശിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. നമസ്കാരം, ന്യൂസ് റൗണ്ടപ്പിലേക്ക് സ്വാഗതം. വിശദമായ വാർത്തകൾ നോക്കാം. സേവ് കോൺഗ്രസിന്റെ പേരിൽ കെ.സി. വേണുഗോപാലിന് ഫ്ലക്സ് വെച്ച CPM നേതാവ് ക്യാമറയിൽ കുടുങ്ങി. വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുൻപിലാണ് ഇയാൾ ഫ്ലക്സ് വെച്ചത്. കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിൽ കെ.സിയെ അനുകൂലിച്ചും VD സതീശനെ അനുകൂലിച്ചും വ്യാപകമായി ഫ്ലക്സുകൾ ഉയർന്നിരുന്നു. കഴിഞ്ഞ ദിവസം രാത്രി 11 മണിയോടെയാണ് CPM നേതാവും വാടാനപ്പള്ളി ലോക്കൽ കമ്മിറ്റി അംഗവും പട്ടിലങ്ങാടി ബ്ലോക്ക് മെമ്പറുടെ ഭർത്താവുമായ അരവശ്ശേരി മുഹമ്മദ് കെ.സി. വേണുഗോപാലിന്റെ ഫോട്ടോ വെച്ച കെ.സി. നയിക്കട്ടെ എന്നെഴുതിയ ഫ്ലക്സ് വാടാനപ്പള്ളി ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ വെച്ചത്. രാവിലെ അത് ഫോട്ടോ എടുത്ത് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. എന്നാൽ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നതോടെ നാട്ടുകാരെല്ലാം യാഥാർത്ഥ്യം മനസ്സിലാക്കുകയും ചെയ്തു. കഴിഞ്ഞ ദിവസങ്ങളിൽ ജില്ലയിൽ കെ.സിയെ അനുകൂലിച്ചും VD സതീശനെ അനുകൂലിച്ചും വ്യാപകമായി ഫ്ലക്സുകൾ ഉയർന്നിരുന്നു. VD സതീശനു വേണ്ടി തൃശൂർ നഗരത്തിലും കൊടുങ്ങല്ലൂരിലും പെരുമ്പിലാവിലും ഇരിങ്ങാലക്കുടയിലും പ്രകടനങ്ങളും നടന്നിരുന്നു. ഇതിനിടെയാണ് CPM നേതാവ് തന്നെ ഫ്ലക്സ് സ്ഥാപിക്കുന്ന CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നത്. മീഡിയ ടൈം, തൃശൂർ. മുഹമ്മദിന് ഒറ്റയ്ക്ക് കെ.സി. വേണുഗോപാലിന് ഫ്ലക്സ് വയ്ക്കാനുള്ള ബുദ്ധി തോന്നില്ലെന്നും കൂട്ടുപ്രതികളുണ്ടെന്നും സംഭവത്തിൽ CPM നേതൃത്വം വിശദീകരണം നൽകണമെന്നും തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ് ആവശ്യപ്പെട്ടു. എല്ലാ മാധ്യമങ്ങളും ഇന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളതാണ്. ആ വ്യക്തിയുടെ CCTV ദൃശ്യങ്ങൾ പുറത്തു വന്നിട്ടുള്ളതാണ്. ഈ കാര്യത്തെക്കുറിച്ച് ഞങ്ങൾക്ക് പറയാനുള്ളത്, പാതിരാത്രിക്ക് ബോർഡ് വെച്ചത് കൊണ്ട് 102ന്റെ ശോഭ കെടുത്താനോ ബഹുമാനനായ ഉമ്മൻചാണ്ടി സാറിന്റെ ദീർഘസ്മരണ ഇല്ലാതാക്കാനോ സാധിക്കില്ല എന്ന് തലയിൽ കൊണ്ടിട്ട് ചെയ്യുന്ന ഈ പ്രക്രിയ അത് മാർക്സിസ്റ്റ് പാർട്ടിയുടെ ജീർണതയെയാണ് വരുന്നത്. എന്നാൽ നല്ലവരായ CPMകാർ ബോർഡ് വെച്ചിട്ടുണ്ട്. അത് തെരഞ്ഞെടുപ്പിന് മുൻപായിരുന്നു UDFനെ വിജയിപ്പിക്കണമെന്ന് ആവശ്യം. ഇപ്പൊ ചെയ്യുന്നത് ഈ പരാജയത്തിൽ വിളറിപ്പൂണ്ട മാർക്സിസ്റ്റ് പാർട്ടിയിൽ പെട്ട നല്ല CPMകാരല്ല, മോശം CPMകാരാണ് ചെയ്യുന്നത്. അതുകൊണ്ട് ഈ കാര്യത്തെ പോലീസ് ഇതിന് കേസ് രജിസ്റ്റർ ചെയ്തു, അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് ജാമ്യത്തിൽ. ഇതിനെ സംബന്ധിച്ച് മാർക്സിസ്റ്റ് പാർട്ടിയുടെ നേതൃത്വം എന്താണ് അവർക്ക് പറയാനുള്ളത് എന്നുള്ളത് അറിയാനുള്ള ആഗ്രഹം ഞങ്ങൾക്ക്. KV തോമസിന്റെ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റെന്ന് പത്മജ വേണുഗോപാൽ. കരുണാകരനും സോണിയാഗാന്ധിയും അകലാൻ കാരണം പത്മജ എന്നാണ് പുസ്തകത്തിൽ. പത്മജയ്ക്ക് സീറ്റ് നൽകാത്തതാണ് അകലാൻ കാരണമെന്നും പരാമർശം. ഒരു കുടുംബത്തിൽ നിന്ന് 2 പേർ വേണ്ടെന്ന് അന്ന് ഞാൻ പറഞ്ഞു. ബുക്ക് വിറ്റുപോകാൻ എന്ത് വൃത്തികേടും അദ്ദേഹം എഴുതുമെന്നും പത്മജ. സ്വന്തം സഹോദരൻ്റെ മാതിരി വിചാരിച്ച് ഞങ്ങളുടെ കുടുംബത്തിലൊരു അംഗന്മാരെയാണ് അദ്ദേഹം ജീവിച്ച്. കരുണാകരൻ്റെ ആ കൈയില്ലെങ്കിൽ അദ്ദേഹം എവിടെയും എത്തില്ല. പക്ഷെ എത്തിക്കഴിഞ്ഞപ്പോൾ പിന്നെ അദ്ദേഹത്തിനൊരു മിടുക്കുണ്ട് എവിടെയും പൊത്തിപ്പിടിച്ച് കയറാനുള്ള. അങ്ങനെ അദ്ദേഹം കയറി പോയി എന്നല്ലാണ്ട് ഇപ്പോൾ ഒന്നും അല്ലാണ്ടായി. ഇങ്ങനെ വരുന്നവരൊക്കെ അങ്ങനെ ആവുള്ളൂ. പക്ഷെ മരിച്ചുപോയൊരു മനുഷ്യൻ, അദ്ദേഹം നമുക്ക് നന്ദി ഇല്ല പോട്ടെ, ഇങ്ങനെ കുറ്റപ്പെടുത്തുന്ന കണ്ടപ്പോൾ വളരെയധികം വിഷമം തോന്നി. ഇതെല്ലാം കണ്ട വ്യക്തിയാണ് ഞാൻ. അതുകൊണ്ടാണ് അദ്ദേഹം നാളെ എന്ത് പറഞ്ഞാലും എനിക്ക് പ്രശ്നമൊന്നുമില്ല. വേണേൽ തെളിയോടുകൂടി പല സാധനങ്ങളും കാണിച്ചു തരാം. പിന്നെ കരുണാകരനും സോണിയാഗാന്ധിയും കൂടി തെറ്റാൻ ഞാനൊരു കാരണമായി എന്നല്ലേ പറയണേ ഈ ഒരു ചെറിയ കാര്യത്തിന്. എന്താണ് കാരണം എന്നുള്ളത് പറയണമെങ്കിൽ എനിക്ക് കുറേ പറയേണ്ടി വരും. അത് ഇപ്പം ജീവിച്ചിരിക്കുന്ന സീനിയർ നേതാക്കളെ ഞാൻ വിഷമിപ്പിക്കേണ്ടി വരും. അപ്പോൾ അതിലേക്ക് ഇങ്ങനെ പോലുള്ളൊരു മനുഷ്യന് വേണ്ടിയിട്ട് ഞാൻ അവരൊന്നും കുറ്റം പറഞ്ഞാൽ ശരിയല്ല. പക്ഷെ ഇതൊന്നും അല്ല സത്യം. സത്യങ്ങളിപ്പോൾ എഴുതുകയാണെങ്കിൽ KV തോമസിനൊക്കെ എഴുതുകയാണെങ്കിൽ എഴുതുന്ന പേന പോലും വൃത്തികേട് ഇതാവും, മോശവും. അത്രയും മോശം ചരിത്രമുള്ള മനുഷ്യൻ.
ചാലക്കുടി മാമ്പ്രയിലെ കിടക്ക കമ്പനി കത്തി നശിച്ചു. മാമ്പ്രയിൽ പ്രവർത്തിക്കുന്ന ANA മാട്രസ് ലാമിയർ എന്ന കിടക്ക യൂണിറ്റാണ് കത്തി നശിച്ചത്. തിങ്കളാഴ്ച രാവിലെയാണ് കമ്പനിയിൽ നിന്നും തീ പടരുന്നത് നാട്ടുകാരുടെ ശ്രദ്ധയിൽപ്പെട്ടത്. ഫയർഫോഴ്സ് 3 മണിക്കൂറോളം നടത്തിയ ശ്രമത്തിനൊടുവിലാണ് തീയണയ്ക്കാനായത്. ചാലക്കുടി, മാള, അങ്കമാലി, ആലുവ, പുതുക്കാട് എന്നിവിടങ്ങളിൽ നിന്നുള്ള ഫയർഫോഴ്സാണ് തീയണച്ചത്. 5 കോടിയോളം നഷ്ടം സംഭവിച്ചതായി കരുതുന്നു. ഷോർട്ട് സർക്യൂട്ടാണ് തീപിടുത്തത്തിന് കാരണമെന്നാണ് പ്രാഥമിക നിഗമനം. കൊരട്ടിക്കുലയിടം സ്വദേശി നെയ്ച്ചേരി വീട്ടിൽ അജ്മൽ അമീറിന്റെ ഉടമസ്ഥതയിൽ ഉള്ളതാണ് കമ്പനി. 50 സെന്റ് സ്ഥലത്ത് ഷീറ്റ് മേഞ്ഞ കെട്ടിടത്തിലാണ് കമ്പനി പ്രവർത്തിക്കുന്നത്. കമ്പനിയിൽ സൂക്ഷിച്ചിരുന്ന കിടക്കകൾ, സോഫകൾ, മെറ്റീരിയൽസ്, സ്പോഞ്ച്, തുണികൾ എന്നിവയെല്ലാം പൂർണ്ണമായും കത്തി നശിച്ചു. വിലപിടിപ്പുള്ള മെഷീനുകളും കത്തി നശിച്ചിട്ടുണ്ട്. കമ്പനി കോമ്പൗണ്ടിൽ പാർക്ക് ചെയ്തിരുന്ന ലോറികളിൽ തീ പടരാതിരുന്നതിനാൽ വൻ അപകടം ഒഴിവായി. 50,000-ഓളം ചതുരശ്ര അടി വിസ്തീർണത്തിലുള്ള കമ്പനി കഴിഞ്ഞ 5 വർഷത്തോളമായി ഇവിടെ പ്രവർത്തിക്കുന്നുണ്ട്. 25ഓളം ജീവനക്കാരാണ് കമ്പനിയിൽ ജോലി നോക്കുന്നത്. മീഡിയ ടൈം, ചാലക്കുടി. മറ്റു വാർത്തകൾ നോക്കാം ഒറ്റനോട്ടത്തിൽ. കയ്പമംഗലം ഗവൺമെന്റ് ഫിഷറീസ് സ്കൂളിലെ പൂർവ്വ വിദ്യാർത്ഥി കൂട്ടായ്മ ചില്ല വാർഷികാഘോഷവും കുടുംബ സംഗമവും നടത്തി. സ്കൂൾ പ്രിൻസിപ്പൽ EG സജിമോൻ ഉദ്ഘാടനം ചെയ്തു. ചില്ല പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷാജു തലാശ്ശേരി അധ്യക്ഷത വഹിച്ചു. LP വിഭാഗം പ്രധാനാധ്യാപിക PS ജ്യോതി ശ്രീവേണി മുഖ്യാതിഥിയായി. NSS സംസ്ഥാന അവാർഡ് ജേതാവ് ശലഭ ശങ്കറിനെ ചടങ്ങിൽ അഞ്ജലി ഷിമീർ ആദരിച്ചു. ചില്ലയിലെ പ്രതിഭകളായ ഡോക്ടർ സിന്ധു ശങ്കർ, സുനിൽ കുമാർ, ജിതേന്ദ്രൻ എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ചില്ല ഭാരവാഹികളായ രഘു രാമത്ത്, MA അനീഷ്, സഹജാത്മൻ തുടങ്ങിയവർ സംസാരിച്ചു. കൊടുങ്ങല്ലൂർ നഗരസഭയ്ക്ക് കീഴിലുള്ള സയൻസ് പാർക്കിൽ 10 നാൾ നീണ്ടു നിൽക്കുന്ന സമ്മർ സയൻസ് ക്യാമ്പിന് തുടക്കമായി. നഗരസഭ ചെയർപേഴ്സൺ ഹണി പീതാംബരൻ ഉദ്ഘാടനം ചെയ്തു. വിദ്യാഭ്യാസ സ്ഥിരം സമിതി ചെയർമാൻ KK ഷാഹിഖ് അധ്യക്ഷത വഹിച്ചു. നഗരസഭ വൈസ് ചെയർപേഴ്സൺ സുമിത നിസാഫ്, സ്ഥിരം സമിതി ചെയർമാൻമാരായ KK രാധാകൃഷ്ണൻ, KM രതീഷ്, ലത ഉണ്ണികൃഷ്ണൻ, കൗൺസിലർമാരായ PN രാമദാസ്, അനിത ബാബു, പ്രിയ സാവൻ, വിജയലക്ഷ്മി അജിതൻ, വാർഡ് കൗൺസിലർ EC അശോകൻ, സയൻസ് പാർക്ക് ഡയറക്ടർ VS ശ്രീജിത്ത് തുടങ്ങിയവർ സംസാരിച്ചു. ക്യാമ്പ് 20-ന് സമാപിക്കും. ചാലക്കുടി നഗരസഭയുടെ തണ്ണീർപന്തലിന്റെ പ്രവർത്തനം നിലച്ചതായി പരാതി. വേനൽ ചൂടിൽ നിന്നും യാത്രക്കാർക്ക് ആശ്വാസം നൽകാനായി നഗരസഭ ആരംഭിച്ച തണ്ണീർപന്തലിന്റെ പ്രവർത്തനമാണ് നിലച്ചത്. നഗരസഭ ഓഫീസിനോട് ചേർന്നാണ് ഒരാഴ്ച മുമ്പ് തണ്ണീർപന്തൽ ആരംഭിച്ചത്. ഉച്ചവരെയുള്ള സമയങ്ങളിൽ ഇവിടം സംഭാരം, വെള്ളം എന്നിവ വിതരണം ചെയ്തിരുന്നു. ഇത് യാത്രക്കാരുടെ ദാഹം അകറ്റാൻ സഹായമാവുകയും ചെയ്തിരുന്നു. ഇതിനിടയിലാണ് തണ്ണീർപന്തലിന്റെ പ്രവർത്തനം നിലച്ചത്. പ്രവർത്തനം പുനരാരംഭിക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത്. മാളയിൽ മ്യൂബൽ ഫർണിച്ചർ മാൾ മെയ് 13 ബുധനാഴ്ച പ്രവർത്തനം ആരംഭിക്കുമെന്ന് മാനേജ്മെന്റ് പ്രതിനിധികൾ പത്രസമ്മേളനത്തിൽ അറിയിച്ചു. ഫർണിച്ചർ രംഗത്ത് 25 കൊല്ലത്തെ പാരമ്പര്യമുണ്ട്. പക്ഷേ ഞങ്ങളുടെ ആനിവേഴ്സറി 15ാമത്തെ ആയിരുന്നു. ഇപ്പോൾ ആനിവേഴ്സറിയുടെ ഭാഗമായിട്ട് ഇപ്പോൾ സ്കൂട്ടറുകളൊക്കെ സമ്മാനമായിട്ട് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ സമയത്ത് തന്നെയാണ് നമ്മളിപ്പോൾ മാളയിൽ നമുക്കൊരു അവസരം കിട്ടിയത്, നമുക്കൊരു ഷോറൂം ഇടാൻ വേണ്ടി. അപ്പോൾ അത് ഒരു 20,000 സ്ക്വയർ ഫീറ്റിൽ പാറക്കാട്ടിൽ ആർക്കേഡിൽ നമുക്കൊരു വലിയ ബിൽഡിംഗ് കിട്ടി. അപ്പോൾ മാളയിലെ കുറച്ച് കസ്റ്റമേഴ്സിൻ്റെ അഭ്യർത്ഥന മാനിച്ച് ഞങ്ങൾ മാളയിൽ ഈ സംരംഭം ആരംഭിക്കുന്നത്. പിന്നെ ഉദ്ഘാടനത്തോട് അനുബന്ധിച്ച് നമ്മളിപ്പോൾ ഗിന്നസ് പക്രു ആണ് നമ്മുടെ ബ്രാൻഡ് അംബാസിഡർ. അദ്ദേഹം തന്നെയാണ് നമ്മുടെ ഉദ്ഘാടനം നിർവഹിക്കുന്നത്. ഉദ്ഘാടനത്തിന് നമ്മൾ ആദ്യം വരുന്ന 10 പേർക്ക് 7,900-ന് കോർണർ സോഫ കൊടുക്കുന്നുണ്ട്. രണ്ടാമത് വരുന്ന 10 പേർക്ക് 6,900-ന് 3 ഡോർ അലമാര കൊടുക്കുന്നുണ്ട്. പിന്നീട് വരുന്ന 10 പേർക്ക് സ്പ്രിംഗ് മാട്രസ് 6 ഇഞ്ച് കനമുള്ളത് നമ്മൾ 4,900-നും കൊടുക്കുന്നുണ്ട്. ഇതാണ് നമ്മുടെ സ്പെഷ്യൽ ഓഫർ. അതുകൂടാതെ എല്ലാ പ്രൊഡക്റ്റുകൾക്കും നമ്മൾ ഓഫർ ഇട്ടിട്ടുണ്ട്. ഷോപ്പിൽ വന്ന് വിസിറ്റ് ചെയ്ത് അത് എക്സ്പീരിയൻസ് ചെയ്ത് വാങ്ങിക്കാവുന്നതാണ്. മാള പഞ്ചായത്ത് സ്റ്റേഡിയത്തിന് എതിർവശത്തായി പാറേക്കാട്ടിൽ ആർക്കേഡിൽ ആരംഭിക്കുന്ന സ്ഥാപനത്തിന്റെ ഉദ്ഘാടനം രാവിലെ 10 മണിക്ക് സിനി ആർട്ടിസ്റ്റ് ഗിന്നസ് പക്രു നിർവഹിക്കും. പത്രസമ്മേളനത്തിൽ അലി അസ്കർ,
PA സലാം എന്നിവർ പങ്കെടുത്തു. വൈദ്യുതി കാലുകൾ മലയോര ഹൈവേ നിർമ്മാണത്തിന് തടസ്സമെന്ന് പരാതി. കോടശ്ശേരി മലയോര ഹൈവേ വെള്ളിക്കുളങ്ങര മുതൽ വെറ്റിലപ്പാറ വരെ 18.25 കിലോമീറ്റർ ദൂരത്തിൽ നിർമ്മാണത്തിന് തടസ്സമായി നിൽക്കുന്ന വൈദ്യുതി കാലുകൾ എത്രയും വേഗം മാറ്റി സ്ഥാപിച്ച് ഹൈവേ നിർമ്മാണം പൂർത്തീകരിക്കുന്നതിന് കരാറുകാരന് നിർദ്ദേശം നൽകണമെന്ന് കോടശ്ശേരി കാരുണ്യ സോഷ്യൽ വർക്കിംഗ് ഗ്രൂപ്പ് ഭാരവാഹികൾ KSEB ചാലക്കുടി ഡിവിഷൻ എക്സിക്യൂട്ടീവ് എഞ്ചിനീയറോടും കുറ്റിച്ചിറ ഡിവിഷൻ എഞ്ചിനീയറോടും ആവശ്യപ്പെട്ടു. ട്രാൻസ്ഫോർമർ മാറ്റി സ്ഥാപിക്കുന്നതിനാവശ്യമായി 11 മീറ്റർ ഇലക്ട്രിക് പോസ്റ്റും സ്ഥലത്തെത്തിക്കണമെന്നും ആവശ്യപ്പെട്ടു. KSEBയുടെ ഭാഗത്തു നിന്നും കരാറുകാരന്റെ ഭാഗത്തു നിന്നുമുള്ള അനാസ്ഥ ഒഴിവാക്കണമെന്ന് ചൂണ്ടിക്കാട്ടി ഗ്രൂപ്പ് പ്രസിഡന്റ് KM ജോസിന്റെ നേതൃത്വത്തിൽ ബന്ധപ്പെട്ട അധികൃതർക്ക് നിവേദനം നൽകി. സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച 11ാമത് SMA കപ്പ് 2K26 ചാലക്കുടി മുനിസിപ്പൽ ഇൻഡോർ സ്റ്റേഡിയത്തിൽ സംഘടിപ്പിച്ചു. സനീഷ് കുമാർ ജോസഫ് ഉദ്ഘാടന കർമ്മം നിർവഹിച്ചു. മുനിസിപ്പൽ ചെയർപേഴ്സൺ ആലി ഷിബു അധ്യക്ഷത വഹിച്ചു. ടൂർണമെന്റിൽ 600ഓളം മത്സരാർത്ഥികൾ പങ്കെടുത്തു. സ്കൂൾ ഓഫ് മാർഷൽ ആർട്സിന്റെ സ്ഥാപകൻ ഡിനോ ഡേവിസ്, വാർഡ് കൗൺസിലർമാരായ നിത്യ, സൂസി, സുനിൽ തുടങ്ങിയവർ സംസാരിച്ചു. ആനന്ദപുരം ഗവൺമെന്റ് UP സ്കൂളിൽ വായനാ കളരി സംഘടിപ്പിച്ചു. മുരിയാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സരള വിക്രമൻ ഉദ്ഘാടനം ചെയ്തു. മുകുന്ദപുരം താലൂക്ക് ലൈബ്രറി കൗൺസിൽ പ്രസിഡന്റ് രാജൻ നെല്ലായി അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ AM ജോൺസൺ, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങളായ ഷീജ മോഹനൻ, CS അജീഷ്, വായനശാല കമ്മിറ്റി അംഗം രജനി VG, പ്രസിഡന്റ് AC ചന്ദ്രൻ തുടങ്ങിയവർ സംസാരിച്ചു. ശ്രീകൃഷ്ണ ഹയർ സെക്കൻഡറി സ്കൂളിൽ റിട്ട മലയാളം അധ്യാപകനും മറ്റത്തൂർ ഗ്രാമപഞ്ചായത്ത് അംഗവുമായ KR ശശികുമാർ, മുരിയാട് AUP സ്കൂൾ അധ്യാപിക ബിന്ദു അശോക് എന്നിവർ വായനാ കളരിക്ക് നേതൃത്വം നൽകി. റിപ്പബ്ലിക് ദിന സദസ്സിനോടനുബന്ധിച്ച് വായനശാല നടത്തിയ മത്സരങ്ങളിലെ സമ്മാനങ്ങൾ ചടങ്ങിൽ വിതരണം ചെയ്തു. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. സേവ് കോൺഗ്രസിന്റെ പേരിൽ KC വേണുഗോപാലിന് ഫ്ലക്സ് വെച്ച CPM നേതാവ് ക്യാമറയിൽ കുടുങ്ങി. സംഭവത്തിൽ CPM നേതൃത്വം വിശദീകരണം നൽകണമെന്ന് തൃശൂർ DCC പ്രസിഡന്റ് ജോസഫ് ടാജറ്റ്. KV തോമസിന്റെ പുസ്തകത്തിൽ പറയുന്ന കാര്യങ്ങൾ തെറ്റെന്ന് പത്മജ വേണുഗോപാൽ. കരുണാകരനും സോണിയാഗാന്ധിയും അകലാൻ കാരണം പത്മജ എന്ന് പുസ്തകത്തിൽ. ചാലക്കുടി മാമ്പ്രയിലെ കിടക്ക കമ്പനി കത്തി നശിച്ചു. തിങ്കളാഴ്ച രാവിലെയാണ് സംഭവം. ഇതോടെ ന്യൂസ് റൗണ്ടപ്പ് സമാപിച്ചു. നമസ്കാരം.